അനുജന്റെ നിക്കാഹിന് വേണ്ടി ഈ പള്ളിയിൽ വന്ന് നിക്കാഹ് നടത്തുകയും ഇവിടെയുള്ള പല ആളുകളുമായി സംസാരിച്ച് അത് ഉസ്താദിന്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ഉസ്താദ് ഏത് നാട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും ബാംഗ്ലൂരിലെ പല മഹല്ലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പല നാടുകളിലും ഉസ്താദ് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉസ്താദ് എവിടെ ചെന്നാലും ഉസ്താദിനെ കുറിച്ച് പിന്നീട് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റുന്ന അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ ബദരീങ്ങളെ ആ ഒരു വിഷയം പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരു മഹത്തായ നേതൃത്വമായിരുന്നു. നമ്മുടെ നാട് പോലെയല്ല ബാംഗ്ലൂർ. ഞാനൊക്കെ ചെറുപ്പത്തിൽ, ഇന്ന് അൽഹംദുലില്ലാഹ് അവിടെ ഒരുപാട് മലയാളികൾക്കുള്ള പള്ളികളായി, മദ്രസകളായി, ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ചുരുക്കം കുറച്ച് മലയാളി പള്ളികളും മലയാളികൾക്ക് അവിടെ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു വളരെ ചുരുക്കം ചില പള്ളികളും മദ്രസകളും മാത്രമായിരുന്നു. അതിനൊക്കെ നേതൃത്വം വഹിച്ചത്, ചുക്കാൻ പിടിച്ചത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ഉസ്താദായിരുന്നു. മദ്രസ സംവിധാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഉസ്താദ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഇതുപോലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മദ്രസകളൊന്നും അവിടെ ഇല്ല. ഇന്ന് ഒരുപാട് മദ്രസകളുണ്ട് അൽഹംദുലില്ലാഹ്. പക്ഷെ ഉസ്താദ് അന്ന് ഉസ്താദിന്റെ സ്കൂട്ടിയിൽ ഞങ്ങളെ വീടുകളിൽ നിന്ന് പിക്ക് ചെയ്ത് ഉസ്താദ് ഒരു സ്ഥലത്ത് മദ്രസയിൽ നമ്മളെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ ദീനിന്റെ വിഷയത്തിൽ ഒരുപാട് കുട്ടികളെ ഉസ്താദ് പല സ്ഥലങ്ങളിൽ നിന്നും അവർ ഒരുമിച്ച് കൂട്ടി വാഹനത്തിലും ഉസ്താദിന്റെ സ്വന്തം, നമ്മളൊക്കെ ഒരുപാട് തവണ ഉസ്താദിന്റെ സ്വന്തം വാഹനത്തിൽ തന്നെ ഉസ്താദ് മദ്രസയിൽ കൊണ്ടുപോകും, പഠിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത്രക്കും ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച, ഒരുപാട് കഷ്ടപ്പെട്ട നല്ലൊരു ആലിം എപ്പോഴും ദിക്റിൽ തന്നെ കഴിഞ്ഞാൽ പലപ്പോഴും അടുത്തൊരു മഹലിലായിരുന്നു ഉസ്താദിന്റെ വീട്. എപ്പോഴും ഓർക്കുന്നത്, രാത്രി എൻ്റെ ഓഫീസിന്റെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാത്രി 2-3 മണിക്കൊക്കെ എൻ്റെ ഓഫീസിലെ ക്യാബ് ഉസ്താദിന്റെ വീട്ടിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ ക്യാബിലാണ് വരുന്നത്. അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ആ ഏരിയയിലുള്ള മൊത്തം വീട്ടിൻ്റെ